പൂഞ്ഞാറിലെ കോഴി അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉടമകൾ സൂചനാ സമരത്തിലേക്ക്. സംസ്കരണ സ്ഥാപനങ്ങളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണെന്നും സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ 39 സംസ്കരണ കേന്ദ്രങ്ങളാണ് ശനിയാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് സംസ്കരണ ജോലികളും മാലിന്യം സംഭരിക്കലും നിർത്തിവെക്കുക. കേരള റെന്റിംഗ് ഓണേഴ്സ് അസോസിയേഷനാണ് സമരം പ്രഖ്യാപിച്ചത്. കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് എന്ന മാലിന്യ സംസ്കരണ സ്ഥാപനത്തിനെതിരെ തുടരുന്ന ജനകീയ പ്രതിഷേധവും നിലമ്പൂരിൽ മാലിന്യവുമായെത്തിയ വാഹനത്തിലെ തൊഴിലാളികളെ മർദ്ദിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സമരമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ഇത്രയും കാലങ്ങളായിട്ട് ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യപ്പെടണമെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്നാണല്ലേ പുറലോകവും പബ്ലിക്കും അറിഞ്ഞാൽ മാത്രമേ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടുള്ളൂ. സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് ഞങ്ങളെയും ഞങ്ങളുടെ തൊഴിലാളികളെ ഹാൻഡിൽ ചെയ്യുന്നത്. അത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്, ഇത് പറ്റുന്നില്ല. അത്രയും എക്സ്ട്രീംലി ഡൗൺ ആയതുകൊണ്ടാണ് തൃശ്ശൂരും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള പ്ലാന്റുകൾ ഈ ഒരു തീരുമാനത്തിൽ എത്തേണ്ടി വരുന്നത്. എന്നാൽ സംസ്കരണ കേന്ദ്രങ്ങൾ മാലിന്യം സംഭരിക്കാതെ വന്നാലുണ്ടാകുന്ന മലിനീകരണ പ്രശ്നങ്ങളിൽ ആശങ്ക വലുതാണ്. വരും ദിനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ തലവേദനയായിരിക്കും ഇതുണ്ടാക്കുക. ന്യൂസ് മലയാളം, കോഴിക്കോട്.